അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾക്കുള്ള ശിക്ഷ നടപ്പാക്കുന്നതിനായി സ്ഥാപിതമായ ലോക കോടതിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഥവാ ICC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ICC ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര സംഘടനയാണ്. അത് ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമല്ല. നെതർലാൻഡ്സിലെ ഹേഗിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഗാസയിൽ 13 മാസത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും യുദ്ധക്കുറ്റങ്ങളും ആരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഥവാ ICC അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ICCയുടെ പ്രീ ട്രയൽ ചേംബർ ഈ കോടതിയുടെ അധികാര പരിധിയെക്കുറിച്ചുള്ള ഇസ്രായേലിന്റെ വെല്ലുവിളികൾ നിരസിക്കുകയും സാക്ഷികളെ സംരക്ഷിക്കുന്നതിനും അന്വേഷണം സുരക്ഷിതമാക്കുന്നതിനുമായി രഹസ്യം അഥവാ സീക്രട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വാറണ്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 8 മുതൽ 2024 മെയ് 20 വരെയെങ്കിലും ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ക്രിമിനൽ ഉത്തരവാദിത്വം നെതന്യാഹുവും ഗാലന്റും വഹിക്കുന്നുവെന്ന് ഈ വാറണ്ടുകൾ ആരോപിക്കുന്നു. നെതന്യാഹുവിനും ഗാലന്റിനും എതിരെ ICC ചുമത്തിയ കുറ്റങ്ങൾ ഇനി പറയുന്നു. ഒന്നാമത്തേത് മാനുഷികതയ്ക്ക് നിരക്കാത്ത കുറ്റങ്ങളാണ്. ഇവയിൽ ഗാസയിലെ സിവിലിയൻ ജനതയ്ക്കെതിരായ വ്യാപകവും ആസൂത്രിതവുമായ ആക്രമണത്തിന്റെ ഭാഗമായി നടന്ന കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, മറ്റ് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടും. രണ്ടാമത്തേത് യുദ്ധക്കുറ്റങ്ങളാണ്. ഗാസയിലെ സിവിലിയൻ ജനതയ്ക്കെതിരെ മനഃപൂർവ്വം ആക്രമണങ്ങൾ നടത്തുകയും യുദ്ധത്തിന്റെ ഭാഗമായി ജനങ്ങളെ പട്ടിണിയിലാക്കുകയും ചെയ്തു എന്നിവ ഇതിലുൾപ്പെടുന്നു. പാലസ്തീനിലെ സ്ഥിതിഗതികളെക്കുറിച്ചുള്ള ICCയുടെ അന്വേഷണം 2021 ആരംഭിച്ചത്. 2002 മുതൽ ഈ പ്രദേശങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളിൽ അന്താരാഷ്ട്ര കോടതിക്ക് ഇടപെടാൻ അധികാരമുണ്ട്. എന്നാൽ കോടതിയുടെ റോം ഉടമ്പടിയെ ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല. ഇതിനാൽ തന്നെ അന്താരാഷ്ട്ര കോടതിയുടെ അധികാര പരിധികളെയും ഇസ്രായേൽ തള്ളിക്കളയുന്നു. ഇനി എന്താണ് ഈ റോം ഉടമ്പടി എന്ന് നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അഥവാ ICC സ്ഥാപിച്ച ഒരു ഉടമ്പടിയാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ റോം ചട്ടം. 1998 ജൂലൈ 17 ഇറ്റലിയിലെ റോമിൽ നടന്ന ഒരു നയതന്ത്ര സമ്മേളനത്തിൽ വെച്ചാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. 2002 ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 2024 ഒക്ടോബർ മുതൽ 125 രാജ്യങ്ങൾ ഈ നിയമത്തിൽ കക്ഷികളാണ്. ഈ ചട്ടം ലോക കോടതിയുടെ പ്രവർത്തനം, അധികാരപരിധി, ഘടന എന്നിവ നിർവചിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ഈ ഉടമ്പടിയെ നേരത്തെ തന്നെ അംഗീകരിച്ചിരുന്നില്ല. അതിനാലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറണ്ട് തങ്ങൾ വിലവയ്ക്കുന്നില്ല എന്നിവർ പറയുന്നത്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇപ്പോൾ ഈ വാറണ്ട് പുറപ്പെടുവിച്ചത് ധാരാളം വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഹംഗറി പോലുള്ള ചില രാജ്യങ്ങൾ ICCയുടെ ഉത്തരവുകൾ ലംഘിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ICC അതിൻ്റെ ഉത്തരവുകൾ നടപ്പിലാക്കാൻ അതിൻ്റെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള സഹകരണത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അതിനെ തുരങ്കം വയ്ക്കുന്നതാണ് ഇത്തരം നടപടികൾ. എന്നാൽ അംഗരാഷ്ട്രങ്ങളുടെ ഇത്തരം നിസ്സഹകരണം അന്താരാഷ്ട്ര കോടതിയുടെ അധികാരങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് എന്ന അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതും അംഗരാജ്യങ്ങളുടെ ഇത്തരം നിസ്സഹകരണമാണ്. ഇതുവഴി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ തങ്ങൾക്കെതിരെയുള്ള വാറണ്ടുകളെ അവഗണിക്കാമെന്ന് അവർ കരുതുന്നു. എങ്കിലും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തങ്ങൾക്കേറ്റ ഒരു കനത്ത തിരിച്ചടിയായി തന്നെ ഇസ്രായേൽ ഇതിനെ കാണുന്നുണ്ട്. നെതന്യാഹുവിനെതിരായ ICCയുടെ അറസ്റ്റ് വാറണ്ട് ഒരു സുപ്രധാന സംഭവം തന്നെയാണ്. ICC മുൻകാലങ്ങളിലും നിരവധി ഉന്നത വ്യക്തികൾക്ക് ഇത്തരം വാറണ്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്കൊന്ന് പരിശോധിക്കാം. സുഡാനിലെ മുൻ പ്രസിഡന്റ്
ഒമർ അൽ ബാഷറിനെതിരെ ICC അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, ഡാർഫറിലെ വംശഹത്യ എന്നിവയായിരുന്നു ഒമറിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ. 2009 മാർച്ച് 4 ICC ആദ്യത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. 2010 ജൂലൈ 12 രണ്ടാമത്തെ വാറണ്ടും പുറപ്പെടുവിച്ചു. എന്നാൽ അൽ ബാഷർ 2019 ഏപ്രിൽ 11 സുഡാന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അയാൾ ഇപ്പോൾ കാർട്ടൂമിൽ വീട്ടുതടങ്കലിലാണ്. അയാളെ വീണ്ടുകിട്ടുന്നതിനും വിചാരണ ചെയ്യുന്നതിനും വേണ്ടി അന്താരാഷ്ട്ര കോടതി പരിശ്രമങ്ങൾ തുടരുകയാണ്. രണ്ടാമത്തെയാൾ മുൻ ലിബിയൻ നേതാവ് മുഹമ്മദ് ഗദ്ദാഫിയായിരുന്നു. 2011 ജൂൺ 27 ICC ഗദ്ദാഫിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ലിബിയൻ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്കായിരുന്നു വാറണ്ട്. ഇതിൽ കൊലപാതകങ്ങളും പീഡനങ്ങളും ഉൾപ്പെടും. എന്നാൽ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് ഹാജരാക്കുന്നതിന് മുൻപേ 2011 ഒക്ടോബർ 20 ലിബിയയിലെ സിർത്തിൽ വെച്ച് വിമതസേനയാൽ ഗദ്ദാഫി കൊല്ലപ്പെട്ടു. ഇനിയൊരാൾ ഉഗാണ്ടയിലെ ലോർഡ്സ് റെസിസ്റ്റൻസ് ആർമിയുടെ അഥവാ LRAയുടെ നേതാവ് ജോസഫ് കോനിയാണ്. 2005 ജൂലൈ 8 ICC കോനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഉഗാണ്ടയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട യുദ്ധക്കുറ്റങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഇതിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ലൈംഗിക അടിമത്തം, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കൊലപാതകങ്ങൾ, അടിമത്വം, മനുഷ്യത്വരഹിതമായ മറ്റു പ്രവൃത്തികൾ എന്നിവയായിരുന്നു ആരോപണങ്ങൾ. എന്നാൽ ജോസഫ് കോനി ഇപ്പോഴും ഒളിവിലാണ്. അയാൾ എവിടെയാണെന്ന് ഇന്നും അജ്ഞാതമാണ്. അയാളെ അറസ്റ്റ് ചെയ്യാനും വിചാരണ ചെയ്യാനുമുള്ള നടപടികൾ ICC തുടരുകയാണ്. ഗുരുതരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളിൽ ആരോപിക്കപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കും നേതാക്കൾക്കുമെതിരെ നടപടിയെടുക്കാൻ ICC തയ്യാറാണെന്ന് ഈ പൂർവാനുഭവങ്ങൾ തെളിയിക്കുന്നു. നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും ഗാസയിലെ 13 മാസത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട യുദ്ധക്കുറ്റങ്ങളുമാണ് ICC ആരോപിക്കുന്നത്. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ഒരു സുപ്രധാന ഘട്ടമാണ്. എന്നാൽ ഇത് എങ്ങനെ നടപ്പാക്കുമെന്ന് വ്യക്തമല്ല. ഇസ്രായേൽ ICCയിൽ അംഗമല്ലാത്തതിനാൽ കോടതിയുമായി സഹകരിക്കില്ലെന്ന് ഇതിനകം സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അഥവാ ICCയുടെ തുടർ നടപടികൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. Come on TV, please subscribe to this channel for more news and facts.